പോരാടാനുള്ള ഉറച്ച മനസ്സ് അവൾക്ക് ഇപ്പോഴും ഉണ്ട്. അതിൽ നിന്ന് അവൾ ഒരണുവിട അവൾ വ്യതിചലിച്ചിട്ടില്ല. അവൾ വളരെ സ്ട്രോങ് ആയി തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ അവൾ ഒരു ചെറിയ പെൺകുട്ടിയാണ്. അതായത് എനിക്കൊക്കെ ഇന്നലെയാണ് സംസാരിക്കുമ്പോൾ അറിയണത്, എന്റെ മൂത്ത മകന്റെ പ്രായമേ ഉള്ളൂ അവൾക്ക്. അത്രയേ ഉള്ളൂ. അവൾക്ക് ഇതൊന്നും താങ്ങാനുള്ള ശക്തിയില്ല. ഇന്നലെ രാവിലെ ഈ ഈ കോടതി വ്യവഹാരം ആരംഭിക്കുമ്പോൾ മുതൽ ഞങ്ങൾ ആ വീട്ടിൽ നിന്നൊരു മാനസികാവസ്ഥയുണ്ട്. അപ്പൊ ചോദിക്കും, ഇതേ മാനസികാവസ്ഥ അദ്ദേഹത്തിനും ഇല്ലായിരുന്നോ എന്ന് ചോദിക്കും. പക്ഷേ ആ 2 മണിക്കൂർ ആ തെരുവിൽ, ആ 2 മണിക്കൂർ പെൺമക്കളുള്ള ഓരോ അച്ഛനമ്മമാരും അത് കേട്ട് സഹിച്ച് നിൽക്കില്ല. ആ വേദനയാണ് ഞങ്ങളുടെ എല്ലാം ഉള്ളിൽ. പിന്നെ ഇയാളാണ് പ്രതി എന്ന് പറഞ്ഞ ആ 1-ാം പ്രതി വേറെ ആരെയും അയാൾ ചൂണ്ടിക്കാട്ടിയില്ല. ഇയാൾക്ക് നേരെ മാത്രമാണ് അയാൾ ചൂണ്ടിക്കാട്ടിയത്. അതിൽ തന്നെയാണ് ഞങ്ങളെല്ലാം ഉറച്ചു വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി സുപ്രീം കോടതിയിൽ പോയി വരട്ടെ, വരും